നമസ്കാരം. ഞാൻ ഗീത, കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, മെയിൻ ലൈൻ, സബ് മെയിൻ ലൈൻ, ലാറ്ററൽസ്, ഫിറ്റിംഗ്സ് ആൻഡ് ആക്സസറീസ്. അതായത് ഡ്രിപ്പ് ഇറിഗേഷനിൽ പൈപ്പ് ശൃംഖലയും അനുബന്ധ ഭാഗങ്ങളും. കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ജലസേചന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ കണികാ ജലസേചനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വ്യത്യസ്ത വ്യാസങ്ങളിലുള്ള പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എമിറ്ററുകൾ അഥവാ ഡ്രിപ്പറുകളുടെ സഹായത്തോടുകൂടി നേരിട്ട് ചെടികളുടെ വേരുമണ്ഡലത്തിലേക്ക് ജലം എത്തിക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പ് ശൃംഖലകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം എത്തിക്കുന്നത് കൊണ്ട് ഏകദേശം 50 മുതൽ 60% ജലം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ്? ഇവിടെ 2 തരത്തിലുള്ള ജലനഷ്ടമാണ് ഒഴിവാക്കപ്പെടുന്നത്. ഒന്ന് ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം, രണ്ടാമത്തേത് ജലത്തിന്റെ മണ്ണിലേക്കുള്ള ഊർന്നിറങ്ങൽ. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും: പൈപ്പ് ശൃംഖലയ്ക്കും അനുബന്ധ ഭാഗങ്ങൾക്കും ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ കണികാ ജലസേചനത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അഥവാ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ ചുവട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാവശ്യമായ മെയിൻ ലൈൻ, സബ് മെയിൻ ലൈൻ, ലാറ്ററൽ, എമിറ്ററുകൾ, പലതരത്തിലുള്ള വാൽവുകൾ, ഫിറ്റിംഗുകൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ, ഇതിൽ വരുന്ന ഭാഗങ്ങളെ നമുക്ക് സ്ലൈഡിൽ കാണുന്നത് പോലെ 6 ആയിട്ട് തരംതിരിക്കാം. ആദ്യത്തേത് കൺവേയൻസ് ലൈൻ. ഇതിൽ വരുന്ന ഭാഗങ്ങളാണ് മെയിൻ ലൈൻ, അതായത് പ്രധാന പൈപ്പുകൾ, സബ് മെയിൻ ലൈൻ, ഉപപൈപ്പുകൾ ആൻഡ് ലാറ്ററൽസ്. രണ്ടാമത്തേത് ഡ്രിപ്പറുകൾ അഥവാ എമിറ്ററുകൾ. മൂന്നാമതായിട്ട് വിവിധ തരത്തിലുള്ള വാൽവുകൾ. ഇതിൽ ഉപയോഗിക്കുന്നത് ഫ്ലഷ് വാൽവ് ഉണ്ട്, ഗേറ്റ് വാൽവ് ഉണ്ട്, എയർ റിലീസ് വാൽവ്, നോൺ റിട്ടേൺ വാൽവ് ആൻഡ് ബൈപ്പാസ് വാൽവ്. നാലാമത്തേതായിട്ട് വിവിധ തരത്തിലുള്ള പോളിവീനൈൽ ക്ലോറൈഡ് ഫിറ്റിങ്ങുകളാണ്. ഇതിൽ വരുന്നത് കപ്ലേഴ്സ്, ബെൻസ് ആൻഡ് എൽബോസ്, ടീസ്, റെഡ്യൂസർ, ഫ്ലാഞ്ച് ആൻഡ് നിപ്പിൾ. അഞ്ചാമത്തേത് പോളി എത്തിലിൻ ഫിറ്റിംഗ്. ഇതിൽ ഉൾക്കൊള്ളുന്നത് എൻഡ് ക്യാപ്സ്, ലാറ്ററൽ കോക്ക്, ഗ്രോമറ്റ് ടേക്ക് ഓഫ്. അവസാനമായിട്ട് മോണിറ്ററിംഗ് ഡിവൈസസ് അഥവാ നിരീക്ഷണ ഉപകരണങ്ങൾ. ഇതിൽ വരുന്നതാണ് വാട്ടർ മീറ്റർ ആൻഡ് പ്രഷർ ഗേജ്. ഇനി നമുക്ക് ഇവ ഓരോന്നോരോന്നായി പരിചയപ്പെടാം. മെയിൻ ലൈൻ അഥവാ പ്രധാന പൈപ്പുകൾ. ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ആവശ്യമായ അളവിൽ ഉപപൈപ്പുകൾ അഥവാ സബ് മെയിൻ ലൈൻ, പാർശ്വ പൈപ്പുകൾ അഥവാ ലാറ്ററൽസ് ഇവയിലേക്ക് എത്തിക്കുന്നവയാണ് പ്രധാന പൈപ്പുകൾ. കട്ടി കൂടിയ PVC അഥവാ പോളിവീനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ HDPE ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ പൈപ്പുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പല വ്യാസത്തിലുള്ള ഇത്തരം പൈപ്പുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. എന്നിരുന്നാലും സാധാരണയായി 32 മുതൽ 75 മില്ലിമീറ്റർ വ്യാസവും 4 മുതൽ 10 kg/cm² മർദ്ദനിരക്കമുള്ള പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. വിളകളുടെ ജല ആവശ്യകത, കൃഷിയിടത്തിന്റെ വിസ്തീർണം ഇവയെ അടിസ്ഥാനമാക്കിയാണ് പ്രധാന പൈപ്പുകൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രധാന പൈപ്പുകൾ മണ്ണിനടിയിലാണ് ഇടുന്നത്. ഇത് സൂര്യനിൽ നിന്നുണ്ടാകുന്ന കടുത്ത ചൂട്, അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന കേടുപാട് ഇവയിൽ നിന്നും പൈപ്പിനെ സംരക്ഷിക്കുന്നു. അടുത്തതായി സബ് മെയിൻ ലൈൻ അഥവാ ഉപപൈപ്പുകൾ. പ്രധാന പൈപ്പുകളിൽ നിന്നും പാർശ്വ പൈപ്പുകൾ അഥവാ ലാറ്ററൽ പൈപ്പുകളിലേക്ക് വെള്ളം എത്തിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. കനം കുറഞ്ഞ PVC, HDPE അല്ലെങ്കിൽ LDP ലോ ഡെൻസിറ്റി പോളിയെത്തിലിൻ പൈപ്പുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇവയുടെ വ്യാസം മെയിൻ പൈപ്പിന്റെ വ്യാസത്തിനേക്കാളും കുറവായിരിക്കും. സാധാരണയായിട്ട് 25 മുതൽ 40 മില്ലിമീറ്റർ വ്യാസവും 4 kg/cm² മർദ്ദനിരക്കമുള്ള പൈപ്പുകളാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. മെയിൻ ലൈനിനെ പോലെ സബ് മെയിൻ ലൈനും മണ്ണിലടിയിലാണ് സ്ഥാപിക്കുന്നത്. പ്രധാന പൈപ്പുകളുടെയും ഉപപൈപ്പുകളുടെയും വ്യാസം, നീളം എന്നിവ തീരുമാനിക്കുന്നത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ജലസ്രോതസ്സിൽ നിന്നും കൃഷിയിടത്തിലേക്കുള്ള ദൂരവും ഉയരവും. രണ്ടാമത്തേത് കൃഷിസ്ഥലത്തിന്റെ വിസ്തീർണം. മൂന്നാമത്തേത് വിളകൾക്കാവശ്യമായ വെള്ളത്തിന്റെ അളവ്. 4 പൈപ്പുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ പ്രവേഗം, അളവ്.
ഇനി നമുക്ക് മെയിൻ ലൈനും സബ് മെയിൻ ലൈനും എങ്ങനെയാണ് കണക്ട് ചെയ്യാന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ലേഡ് അറ്റ് എ ഡെപ്ത് ഓഫ് മോർ ദൻ 30 to 45 സെന്റിമീറ്റർ സോ ആസ് ടു അവോയ്ഡ് ഡാമേജ് ഡ്യൂറിങ് ഇന്റർ കൾട്ടിവേഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷിപ്പണിക്കിടയിലുള്ള പൈപ്പിന്റെ പൊട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൈപ്പുകൾ 30-40 സെന്റിമീറ്ററിന് മുകളിലായിട്ടെങ്കിലും നമ്മൾ താഴ്ചയിൽ ഇടണം. രണ്ടാമത്തെ പോയിന്റ്, പൈപ്പുകൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പൊടിയോ മണ്ണോ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അവ ബ്രഷ് ഉപയോഗിച്ച് കൃത്യമായി ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ സോൾവെന്റ് സിമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്, പ്രൊവൈഡ് ഫ്ലഷ് വാൽവ് അറ്റ് ദ എൻഡ് ഓഫ് മെയിൻ ആൻഡ് സബ് മെയിൻ സച്ച് ദാറ്റ് ഇറ്റ് ഫേസസ് ടുവേർഡ്സ് സ്ലോപ്പ്. ഇവിടെ ഫ്ലഷ് വാൽവ് നമ്മൾ വെക്കേണ്ടതുണ്ട്. എവിടെയാണ്? സബ് മെയിൻ്റെയും മെയിൻ ലൈനിൻ്റെയും അറ്റത്തായിട്ട്. ഇവ നമ്മൾ വെക്കുമ്പോൾ സ്ലോപ്പിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം സ്ഥാപിക്കാൻ. ലാസ്റ്റ് പോയിന്റ്, അപ്ലൈ യൂണിഫോം പ്രഷർ വെർട്ടിക്കലി ഓവർ ദ ഡ്രിൽ വൈൽ ഡ്രില്ലിംഗ് ദ സബ് മെയിൻ സോ ദാറ്റ് ദ ഹോൾ വിൽ ബി സ്മൂത്ത് ആൻഡ് റൗണ്ട്. അതായത് നമ്മൾ സബ് മെയിൻ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യുമ്പോൾ യൂണിഫോം ആയിട്ട് പ്രഷർ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഹോള് കൃത്യമായി റൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ലാറ്ററൽ പൈപ്പുകൾ LDP അല്ലെങ്കിൽ LLDP ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ പൈപ്പുകളാണ് ലാറ്ററൽ പൈപ്പുകളായിട്ട് ഉപയോഗിക്കുന്നത്. എത്ര കടുത്ത അന്തരീക്ഷാവസ്ഥയിലും കേടുവരില്ല എന്നതിനാൽ ഈ പൈപ്പുകൾ മണ്ണിന് മുകളിലായിട്ടാണ് സ്ഥാപിക്കുന്നത്. വിളകൾ നട്ടിരിക്കുന്ന വരിയോട് ചേർന്നിട്ടാണ് ലാറ്ററൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. ലാറ്ററൽ പൈപ്പുകളിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ മൈക്രോ ട്യൂബ് വഴിയോ എമിറ്ററുകൾ ഘടിപ്പിച്ചാണ് വെള്ളം ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്നത്. 12 മുതൽ 20 മില്ലിമീറ്റർ വരെ വ്യാസവും 4 kg/cm² മർദ്ദനിരക്കുമുള്ള ഇഷ്ടം പോലെ വളക്കാവുന്ന ട്യൂബുകളാണ് ലാറ്ററൽ പൈപ്പുകളായിട്ട് ഉപയോഗിക്കുന്നത്. സബ്മെയിൻ പൈപ്പുകളിൽ ചെടിയുടെ റോ സ്പേസിങ്ങിനനുസരിച്ചിട്ട് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കി ഗ്രോമെറ്റ് ടേക്ക് ഓഫ് ഉപയോഗിച്ചുകൊണ്ടാണ് സബ്മെയിനിൽ ലാറ്ററൽസ് നമ്മൾ ഘടിപ്പിക്കുന്നത്. ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത് വിവിധ തരത്തിലുള്ള എമിറ്ററുകൾ അഥവാ ഡ്രിപ്പറുകളാണ്. എവിടെയാണ് ഈ എമിറ്ററുകൾ ഘടിപ്പിക്കുന്നത്? ലാറ്ററൽ പൈപ്പിലാണ് ഈ എമിറ്ററുകൾ ഘടിപ്പിക്കുന്നത്. എമിറ്ററിലൂടെ തുള്ളി തുള്ളിയായി വരുന്ന വെള്ളം എല്ലാ ചെടികൾക്കും ഏകദേശം ഒരേ അളവിൽ ലഭിക്കുന്നു. മണിക്കൂറിൽ 2 ലിറ്റർ മുതൽ 20 ലിറ്റർ വരെ വെള്ളം നൽകുന്ന വ്യത്യസ്ത പ്രവാഹശേഷിയുള്ള എമിറ്ററുകളുണ്ട്. ഈ എമിറ്ററുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ലാറ്ററൽ പൈപ്പിൽ ഘടിപ്പിക്കുമ്പോഴും നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ലേയിങ് ഓഫ് ലാറ്ററൽസ് ആൻഡ് ഡ്രിപ്പേഴ്സ്. ഒന്നാമത്തെ പോയിന്റ്, പാസ് വാട്ടർ ത്രൂ ദ പോളി ട്യൂബ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഫ്ലഷ്ഡ് സോ ദാറ്റ് ഇറ്റ് ഗെറ്റ് ബൾജ്ഡ് ആൻഡ് മേക്ക് ഇറ്റ് ഈസി ഫോർ പഞ്ചിങ്. അതായത് നമ്മൾ ലാറ്ററൽസിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിലൂടെ വെള്ളം കടത്തിവിടണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ലാറ്ററൽസ് കുറച്ചൊന്ന് വികസിക്കും. ആ സമയത്ത് നമുക്ക് പഞ്ച് ചെയ്യൽ കുറച്ച് എളുപ്പമാണ്. രണ്ടാമത്തേത്, ഡ്രിപ്പർ പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അത് ഡിസൈൻ അനുസരിച്ചും സോയിൽ വാട്ടർ റിപ്പോർട്ടിനനുസരിച്ചും പിന്നെ സമ്മറിലുള്ള വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ടും വേണം ചെയ്യാൻ. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ പലതരത്തിലുള്ള എമിറ്ററുകളുണ്ട്. ഇനി നമുക്കവ ഓരോന്നായിട്ട് പരിചയപ്പെടാം. ചിത്രത്തിൽ കാണുന്നത് ഇൻലൈൻ എമിറ്ററുകളാണ്. ഈ എമിറ്റർ ലാറ്ററൽ പൈപ്പുകളുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നിശ്ചിത ഇടവേളകളിൽ പൈപ്പിനുള്ളിൽ സ്ഥാപിക്കുന്നവയാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പച്ച നിറത്തിലുള്ളതാണ് എമിറ്ററുകൾ. ലാറ്ററൽ പൈപ്പ് കറുപ്പ് നിറത്തിലുള്ളത്. 30 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ തുടങ്ങിയ അകലത്തിൽ പൈപ്പിനുള്ളിൽ എമിറ്ററുകൾ സ്ഥാപിക്കുന്നു. ഇവിടെ നമ്മുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഏത് അകലത്തിലാണോ എമിറ്ററുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് ആ അകലത്തിൽ തന്നെ നമുക്ക് ചെടികൾ നടേണ്ടതായിട്ട് വരുന്നു. രണ്ടാമത്തേത് ഓൺലൈൻ എമിറ്ററുകൾ. ഈ എമിറ്ററുകൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഘടിപ്പിക്കാം. ലാറ്ററൽ പൈപ്പുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി എമിറ്ററുകളുടെ കൂർത്ത ഭാഗം അതിലേക്ക് തിരികെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വിളകൾ നട്ട ശേഷം അവയുടെ സ്പേസിങ്ങിനനുസരിച്ച് എമിറ്ററുകൾ ഘടിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഓൺലൈൻ എമിറ്ററുകളിൽ 2 തരത്തിലുള്ളവയുണ്ട്. ഒന്നാമത്തേത് ഓൺലൈൻ പ്രഷർ കോമ്പൻസേറ്റിംഗ് ടൈപ്പും രണ്ടാമത്തേത് ഓൺലൈൻ നോൺ പ്രഷർ കോമ്പൻസേറ്റിംഗ് ടൈപ്പും. ഓൺലൈൻ പ്രഷർ കോമ്പൻസേറ്റിംഗ് എമിറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ
സിസ്റ്റത്തിലുള്ള മർദ്ദത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ജലനിർഗമനത്തിൽ വ്യത്യാസം വരുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം വ്യത്യാസപ്പെട്ടു കഴിഞ്ഞാലും പുറത്തേക്ക് വരുന്ന വെള്ളം ഒരേ അളവിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇത്തരം എമിറ്ററുകൾക്കുള്ളിലുള്ള റബ്ബർ ഡയഫ്രത്തിന്റെ ആകൃതി പ്രവർത്തന മർദ്ദത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നതിന്റെ ഫലമായി ഒരേ അളവിൽ വെള്ളം പുറത്തേക്ക് വിടാൻ പറ്റുന്നു. മർദ്ദത്തെ തരണം ചെയ്യാൻ കഴിയുന്ന ഇത്തരം എമിറ്ററുകൾ നിരപ്പല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വളരെ അനുയോജ്യമാണ്. രണ്ടാമത്തേത് ഓൺലൈൻ നോൺ പ്രഷർ കോമ്പൻസേറ്റിംഗ് ടൈപ്പ് എമിറ്റർ. ഇവിടെ പ്രവർത്തന മർദ്ദത്തിനനുസരിച്ച് ജലനിർഗമനത്തിൽ വ്യത്യാസം വരുന്നു. അതായത് ഇവിടെ സിസ്റ്റത്തിന്റെ മർദ്ദം വ്യത്യാസപ്പെടുകയാണെങ്കിൽ വ്യത്യസ്ത എമിറ്ററുകളിലൂടെ പുറത്തേക്ക് വരുന്ന ജലത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ടാവും. ഇത്തരം എമിറ്ററുകൾ പക്ഷെ നമുക്ക് കുറഞ്ഞ വിലയിലാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് നമ്മൾ പല തരത്തിലുള്ള വാൽവുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കവ ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് ഫ്ലഷ് വാൽവ്. പ്രധാന പൈപ്പുകളിലും ഉപപൈപ്പുകളിലും പാർശ്വ പൈപ്പുകളിലും ഫ്ലഷ് വാൽവ് ഘടിപ്പിക്കാറുണ്ട്. വെള്ളത്തിലൂടെ വരുന്ന ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യാനും അതുവഴി ക്ലോഗിംഗ് അഥവാ അടഞ്ഞുപോകൽ ഒഴിവാക്കാനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ ഫ്ലഷ് വാൽവുകൾ പ്രവർത്തിപ്പിക്കണം. ഗേറ്റ് വാൽവ് പ്രത്യേക ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഭാഗങ്ങളിലേക്കോ വെള്ളം കടത്തിവിടാനോ അല്ലെങ്കിൽ കടത്തിവിടാതിരിക്കാനോ ആണ് നമ്മൾ ഗേറ്റ് വാൽവ് ഉപയോഗിക്കുന്നത്. ഗേറ്റ് വാൽവ് ഒരു പ്രത്യേക ഭാഗത്തേക്ക് നമ്മൾ തുറന്നു വെക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് മാത്രം നമുക്ക് വെള്ളം കടത്തിവിടാം. അല്ലെങ്കിൽ ഗേറ്റ് വാൽവ് ഒരു പ്രത്യേക ഭാഗത്തേക്ക് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് വെള്ളം കടത്തിവിടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്തത് എയർ റിലീസ് വാൽവ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേസ് ദ എയർ കണ്ടെയ്ൻഡ് വിത്തിൻ ഇറിഗേഷൻ സിസ്റ്റം. അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൽ അകപ്പെട്ടു പോയ എയർ അല്ലെങ്കിൽ വായു പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ റിലീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഈ വാൽവുകൾ പ്രധാനമായിട്ടും കൃഷിയിടത്തിലെ താരതമ്യേന ഉയർന്ന സ്ഥലത്താണ് നമ്മൾ സ്ഥാപിക്കുക. നോൺ റിട്ടേൺ വാൽവ്, ഇതിന് ചെക്ക് വാൽവ് എന്ന് കൂടി പറയും. ഈ വാൽവുകൾ ഒരു ദിശയിലേക്ക് മാത്രം വെള്ളം കടത്തിവിടാനാണ് ഉപയോഗിക്കുന്നത്. ഫെർട്ടിഗേഷൻ സമയത്ത് ഫെർട്ടിലൈസർ കലർന്ന വെള്ളം തിരിച്ച് വാട്ടർ സോഴ്സ് അഥവാ കിണറുകളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള വാട്ടർ സോഴ്സുകളിലേക്കോ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നോൺ റിട്ടേൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. Next we can see bypass valve, which is used to bypass the excess water. അതായത് കണിക ജലസേചന സംവിധാനം പ്രവർത്തിക്കുമ്പോൾ അധികമായി വരുന്ന മർദ്ദം കുറക്കാനാണ് നമ്മൾ ബൈപ്പാസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അധികമുള്ള വെള്ളം മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുവിട്ടാണ് ബൈപ്പാസ് വാൽവുകൾ മർദ്ദം കുറക്കാൻ സഹായിക്കുന്നത്. അടുത്തതായി നമുക്ക് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള PVC ഫിറ്റിങ്ങുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് കപ്ലർ ആണ്. കപ്ലർ is a short pipe with a socket at one end or both ends that allow two pipes to be joined together. അതായത് ഒരറ്റത്ത് മാത്രമോ അല്ലെങ്കിൽ രണ്ടറ്റത്തും സോക്കറ്റുള്ള പൈപ്പുകളെ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പൈപ്പാണ് കപ്ലർ എന്ന് നമ്മൾ പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ബെൻഡും എൽബോയുമാണ്. നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായ പ്ലംബിംഗ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നത്? ഒഴുകുന്ന വെള്ളത്തിന്റെ ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ മാറ്റാനാണ് നമ്മൾ ഈ പൈപ്പിംഗ് നെറ്റ്വർക്കിൽ ബെൻഡും എൽബോയും ഉപയോഗിക്കുന്നത്. ടി, ഇംഗ്ലീഷ് ആൽഫബറ്റ് ടിയുടെ ആകൃതിയിലുള്ളതും 90 ഡിഗ്രിയിൽ പൈപ്പുകൾ കണക്ട് ചെയ്യാനുമാണ് നമ്മൾ ടി ജോയിന്റ് പൈപ്പ് ശൃംഖലയിൽ ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് റെഡ്യൂസർ ആണ്. അത് ഉപയോഗിക്കുന്നത് പൈപ്പിന്റെ സൈസ് കുറക്കാനാണ്. അതായത് സൈസ് കുറഞ്ഞ ഒരു പൈപ്പ് ഇതിന്റെ സൈസ് കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വരുന്ന അതായത് അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറക്കാൻ വേണ്ടി പറ്റും. വലിയ പൈപ്പുകളെ തമ്മിൽ യോജിപ്പിക്കാനാണ് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഫ്ലാഞ്ച് ഉപയോഗിക്കുന്നത്. നട്ട്സും ബോൾട്സും ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലാഞ്ച് പൈപ്പുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത്. Nipple is a short pipe usually provided with a male pipe thread for connecting two other fittings. PVC ഫിറ്റിങ്ങിൽ രണ്ട് ഭാഗത്തും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ത്രെഡ് ഉള്ള ഒരു ചെറിയ പൈപ്പാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന നിപ്പിൾ.
അടുത്തതായിട്ട് നമുക്ക് പോളി എത്തിലിൻ ഫിറ്റിംഗേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എൻ ക്യാപ്പ് ആണ്. കഴിഞ്ഞ വർഷം നമ്മളിത് കുറേ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഇവിടെ നമ്മൾ ലാറ്ററൽ പൈപ്പുകൾ വളച്ചിട്ട് അവിടെ വാട്ടർ ഫ്ലോ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ ക്യാപ്പുകൾ ഉപയോഗിക്കുന്നത്. ലാറ്ററൽ കോക്ക്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടേക്കിംഗ് ഔട്ട് കണക്ഷൻ ഫോർ എ ലാറ്ററൽ പൈപ്പ്. അതായത് ലാറ്ററൽ പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്ററൽ കോക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഗ്രോമെറ്റ് ടേക്ക് ഓഫ് അസംബ്ലി ആണ്. അതായത് ഇവ ഉപയോഗിക്കുന്നത് സബ്മെയിനിൽ നിന്നും ലാറ്ററൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സബ്മെയിനിൽ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ഗ്രോമെറ്റ് ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ആ ഗ്രോമെറ്റിലേക്ക് ടേക്ക് ഓഫ് ഫിക്സ് ചെയ്ത ശേഷം ടേക്ക് ഓഫിൻ്റെ മറ്റേ അറ്റത്താണ് നമ്മൾ ലാറ്ററൽ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള മോണിറ്ററിംഗ് ഡിവൈസസ് അഥവാ നിരീക്ഷണ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് വാട്ടർ മീറ്റർ ആണ്. ടു മെഷർ ദ വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ ആൻ ഇറിഗേഷൻ സിസ്റ്റം. അതായത് കണിക ജലസേചനം വഴി ചെടികൾക്ക് നൽകുന്ന വെള്ളത്തിന്റെ അളവ് മനസ്സിലാക്കാനാണ് നമ്മൾ വാട്ടർ മീറ്റർ ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് പ്രഷർ ഗേജ് ആണ്. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം പ്രവർത്തിക്കുന്നത് കൃത്യമായ ഒരു പ്രഷറിലാണ്. ആ കൃത്യമായ പ്രഷർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫിൽറ്ററുകൾക്ക് ശേഷം നമ്മൾ പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ഫിൽറ്ററുകൾ ക്ലോഗ് ആയോ അല്ലെങ്കിൽ അടിഞ്ഞുകൂടൽ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായി സിസ്റ്റം ഫ്ലഷിംഗ്. എന്താണ് സിസ്റ്റം ഫ്ലഷിംഗ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓപ്പണിംഗ് ദ ഫ്ലഷ് വാൾവ്സ് ഓൺ ദ മെയിൻ ലൈൻ, സബ് മെയിൻ ലൈൻ ആൻഡ് ലാറ്ററൽസ് അണ്ടർ പ്രഷർ. പ്രധാന പൈപ്പുകൾ, ഉപപൈപ്പുകൾ, ലാറ്ററൽ പൈപ്പുകൾ ഇവയിലുള്ള ഫ്ലഷ് വാൽവുകൾ ഉയർന്ന മർദ്ദമുള്ളപ്പോൾ തുറക്കുന്നതിനാണ് സിസ്റ്റം ഫ്ലഷിംഗ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ ഉയർന്ന പ്രവേഗത്തിൽ പൈപ്പിലൂടെ വെള്ളം സഞ്ചരിക്കുന്നു. അതുമൂലം പൈപ്പുകളിലും എമിറ്ററുകളിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. അതുവഴി ക്ലോഗിംഗ് അഥവാ അടഞ്ഞുപോകൽ നമുക്ക് തടയാൻ സഹായിക്കുന്നു. ഇത് കൃത്യമായ ഇടവേളകളിൽ ചെയ്യേണ്ടതാണ്. പൈപ്പ് ശൃംഖലയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ് അഥവാ രാസപ്രയോഗം. ഇതെന്തിനാണ് ചെയ്യുന്നത്? ജലത്തിലടങ്ങിയിരിക്കുന്ന കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ, ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം ഇവയുടെ ലവണങ്ങൾ മൂലം ഡ്രിപ്പറുകൾ അടഞ്ഞുപോകുന്നു. അതുകൂടാതെ ആൽഗകളുടെയും ബാക്ടീരിയയുടെയും സാന്നിധ്യവും പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ് അഥവാ രാസപ്രയോഗം നടത്തുന്നത്. ഇത് 3 തരത്തിലുണ്ട്: ആസിഡ് ട്രീറ്റ്മെന്റ്, ക്ലോറിൻ ട്രീറ്റ്മെന്റ് ആൻഡ് കോപ്പർ സൾഫേറ്റ് ട്രീറ്റ്മെന്റ്. ഇതിൽ ആസിഡ് ട്രീറ്റ്മെന്റ് അഥവാ അമ്ലപ്രയോഗം മുഖ്യമായും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. വെള്ളത്തിലുള്ള ഫോസ്ഫറസിന്റെ അളവിൽ 1/4 ഭാഗം ആസിഡ് എടുത്താണ് ഇത് ചെയ്യുക. ലാറ്ററൽ പൈപ്പിന്റെ അറ്റം തുറന്ന് അസിഡിറ്റി അഥവാ അമ്ലത 4 ആകുന്നതുവരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. ഈ ആസിഡ് ട്രീറ്റ്മെന്റ് അഥവാ അമ്ലപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ശേഷം മാത്രമേ സിസ്റ്റം പ്രവർത്തിക്കാവൂ. ജലത്തിലുള്ള ആൽഗകൾ, ബാക്ടീരിയ, ഇരുമ്പിന്റെ അംശം എന്നിവ ഇല്ലാതാക്കുന്നതിനാണ് ക്ലോറിൻ പ്രയോഗം അഥവാ ക്ലോറിൻ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഇതിൽ ബ്ലീച്ചിങ് പൗഡർ ജലത്തിൽ കലക്കി അരമണിക്കൂർ സമയം സിസ്റ്റത്തിലൂടെ കടത്തിവിടുന്നു. അമ്ലപ്രയോഗം പോലെ ഇവിടെയും 24 മണിക്കൂറിന് ശേഷം മാത്രമേ സിസ്റ്റം പ്രവർത്തിപ്പിക്കാവൂ. മൂന്നാമത്തെ രാസപ്രയോഗ മാർഗമാണ് കോപ്പർ സൾഫേറ്റ് ട്രീറ്റ്മെന്റ് അഥവാ തുരിശു പ്രയോഗം. കുളം, പുഴ എന്നിവയിൽ വെള്ളമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പായലിനെ നിയന്ത്രിക്കാനായി ലിറ്ററിന് ഏകദേശം 1 മുതൽ 2 മില്ലിഗ്രാം എന്ന തോതിൽ തുരിശ് ഉപയോഗിക്കാറുണ്ട്. ഇത് 15 ദിവസത്തിലൊരിക്കൽ ചെയ്യണം. തുരിശ് ഒരു വിഷവസ്തുവായതിനാൽ വേണ്ടത്ര കരുതലോടെ വേണം ഇത് ചെയ്യാൻ. പൈപ്പുകളുടെ പരിപാലനത്തിൽ സിസ്റ്റം ഫ്ലഷിങ്ങും കെമിക്കൽ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുകൂടാതെ പൈപ്പുകളുടെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അവ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം.
ഒന്നാമത്തേത്, മഴക്കാലത്തിന് മുന്നോടിയായി ലാറ്ററലിലെ എൻ ക്യാപ്പുകൾ ഊരി ശക്തിയായി വെള്ളം പ്രവഹിച്ച് വൃത്തിയാക്കിയ ശേഷം ലാറ്ററൽ പൈപ്പുകൾ വട്ടത്തിൽ ചുരുട്ടിയെടുത്ത് തറനിരപ്പിൽ നിന്നും ഉയർത്തി കെട്ടിവെക്കണം. രണ്ടാമത്തേത്, കപ്ലേഴ്സിന്റെ ഗ്രൂവിലുള്ള ചളിയും മണൽത്തരികളും ഇടക്ക് വൃത്തിയാക്കുക. മൂന്നാമത്തേത്, പൈപ്പുകളുടെ മുകളിൽ ഒരിക്കലും വളച്ചാക്കുകൾ വെക്കരുത്. 4, പൈപ്പുകൾ ചവിട്ടുന്നത് കഴിവതും ഒഴിവാക്കുക. ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പൈപ്സ് ഓഫ് ഡാഷ് മില്ലിമീറ്റർ ഡയമീറ്റർ ആൻഡ് എബോവ് വിത്ത് എ പ്രഷർ റേറ്റിംഗ് ഓഫ് 4 to 10 kg/cm² ആർ റെക്കമെൻഡഡ് ഫോർ മെയിൻ ലൈൻ. നമുക്കൊന്ന് എല്ലാവർക്കും ഉത്തരം അറിയായിരിക്കും. ഞാൻ പറഞ്ഞതുമാണ്, സ്ലൈഡിൽ കാണിച്ചിട്ടുമുണ്ട്. 32 മില്ലിമീറ്റർ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? Clogging of drippers can be easily corrected in dash emitters. നമുക്കറിയാം, ഓൺലൈൻ എമിറ്ററുകളാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഊരി മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോഗിങ് നമുക്ക് എളുപ്പത്തിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുക ഓൺലൈൻ എമിറ്ററുകളിൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ബെൻസ് ആൻഡ് ഡാഷ് ആർ യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് വാട്ടർ. അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെൻഡും എൽബോയുമാണ് വെള്ളത്തിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് PVC. ഇതും എല്ലാവരും സ്ലൈഡിൽ കണ്ടു കാണും. പോളിവിനൈൽ ക്ലോറൈഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതും. ഫുൾ ഫോം ഓഫ് LLDPE. അത് ലീനിയർ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ പ്രൊസീജിയർ ഓഫ് ഓപ്പണിംഗ് ഫ്ലഷ് വാൽവ്സ് ഓൺ ദ മെയിൻ ലൈൻ, സബ് മെയിൻ ലൈൻ ആൻഡ് ലാറ്ററൽസ് ഇൻ എ ഡ്രിപ്പ് സിസ്റ്റം. ഇത് നമ്മൾ കണ്ടതാണ്. എന്താണ് ഉത്തരം? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സിസ്റ്റം ഫ്ലഷിംഗ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് മെയിൻ ലൈൻ, സബ് മെയിൻ ലൈൻ ആൻഡ് ലാറ്ററൽ. ഞാൻ ഈ ക്ലാസ്സിൽ ഓരോന്നിൻ്റെയും മെയിൻ ലൈനിൻ്റെയും സബ് മെയിൻ ലൈനിൻ്റെയും ലാറ്ററൽസിൻ്റെയും എല്ലാത്തിൻ്റെയും ഫങ്ഷൻസ് പറഞ്ഞതാണ്. അപ്പോൾ അതിനെല്ലാം കുറിച്ച് ഒരു ഷോർട്ടായിട്ടുള്ള നോട്ട് തയ്യാറാക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ എ ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പരിപാലനത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ എന്തൊക്കെ വരും? സിസ്റ്റം ഫ്ലഷിങ് വരും, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അഥവാ രാസപ്രയോഗം വരും. അതുകൂടാണ്ട് ഞാനൊരു 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഉൾക്കൊള്ളിക്കുക. അപ്പം എല്ലാവരും കുറച്ച് കൂടി ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കുക. അതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കുക.